ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ മലമ്പുഴയിലേക്ക് പാലക്കാട് നഗരത്തിൽ നിന്നും എളുപ്പത്തിൽ എത്താൻ കഴിയുന്ന പാലക്കാട് മലമ്പുഴ നൂറടി റോഡിന്റെ 35ാം പിറന്നാൾ വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു. ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് മുതൽ മാട്ടുമന്ത വരെയുള്ള നടത്തക്കാരുടെ സംഘടനയായ 100 ഫീറ്റ് വാക്കേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് പിറന്നാൾ ആഘോഷിച്ചത്. മാട്ടുമന്ത ജംഗ്ഷനിൽ നടന്ന പിറന്നാൾ ആഘോഷം 100 ഫീറ്റ് റോഡിലെ ആദ്യകാല നടത്തക്കാരായ പാലക്കാട്ടെ പ്രമുഖ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ CS വാര്യർ, പ്രൊഫസർ PA വാസുദേവൻ, KC ജോൺ, മുതിർന്ന നാടക പ്രവർത്തകൻ പുത്തൂർ രവി, പ്രൊഫസർ P വേണുഗോപാൽ, R സ്വാമിനാഥൻ, TG രഘുനാഥ്, മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ P പ്രേംനാഥ് എന്നിവർ ചേർന്ന് പിറന്നാൾ ദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ 100 ഫീറ്റ് വാക്കേഴ്സ് ക്ലബ് പ്രസിഡന്റ് MS ദാസ് മാട്ടുമന്ത അധ്യക്ഷത വഹിച്ചു. K സ്വപ്നരാജ് പിറന്നാൾ സന്ദേശം നൽകി. ക്ലബ് ജോയിന്റ് സെക്രട്ടറി M ചന്ദ്രൻ നന്ദി പറഞ്ഞു. കേക്ക് മുറിച്ചതിന് ശേഷം മാട്ടുമന്തയിൽ നിന്നും വിക്ടോറിയ കോളേജ് ജംഗ്ഷനിലെ റോഡിന്റെ ശിലാഫലകം വരെ നടത്തിയ പിറന്നാൾ നടത്തത്തിലും തുടർന്ന് നടന്ന കോഫി സൽക്കാരത്തിലും നിരവധി പേർ പങ്കെടുത്തു. MV ശിവൻ വാര്യർ, T ശിവശങ്കരൻ, രാജ DN, BP വേണുഗോപാലൻ, ദീപം സുരേഷ്, KS സന്തോഷ്, K ഗോപൻ, R സുഭാഷ്, സുജിത സന്തോഷ്, ഷീല വേണുഗോപാലൻ, ഉഷ ജയഗോപാൽ, ശ്രീറാം അയ്യർ, KV ജയഗോപാൽ, K സുജീന്ദ്രനാഥ്, T മുരളി, B മോഹൻ, തെക്കിട്ടിൽ സേതുമാധവൻ എന്നിവർ നേതൃത്വം നൽകി. 1991 മാർച്ച് 10 ഗവൺമെന്റ് വിക്ടോറിയ കോളേജിന് സമീപത്ത് നടന്ന ഉത്സവാന്തരീക്ഷത്തിലുള്ള ചടങ്ങിൽ അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന PK ഹംസയാണ് സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിന്റെ പാലക്കാട് മലമ്പുഴ 100 ഫീറ്റ് റോഡിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചത്. മന്ത്രിയായിരുന്ന T ശിവദാസ മേനോനാണ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചത്. അന്നത്തെ പാലക്കാട് MLA-യും മുൻ മന്ത്രിയുമായ CM സുന്ദരസ്വാമി, ജില്ലാ പഞ്ചായത്തിന്റെ ആദ്യ രൂപമായ ജില്ലാ കൗൺസിലിന്റെ പ്രസിഡന്റായിരുന്ന മുൻ മന്ത്രി കൂടിയായ AK ബാലൻ എന്നിവരുടെ സാന്നിധ്യമാണ് അന്ന് ചടങ്ങിലുണ്ടായിരുന്നത്. 2016 പ്രമീള ശശിധരൻ നഗരസഭ ചെയർപേഴ്സൺ ആയിരുന്ന കാലത്ത് കേന്ദ്ര സർക്കാരിന്റെ അമൃത് പദ്ധതിയിൽ ഉൾപ്പെട്ടതോടെ പാലക്കാട് നഗരസഭയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് മുതൽ മാട്ടുമന്ത ജംഗ്ഷൻ വരെ കോടികൾ ചെലവഴിച്ചുള്ള സൈക്കിൾ ട്രാക്കും നടപ്പാതയും യാഥാർത്ഥ്യമായതോടെ നൂറടി റോഡിന്റെ മുഖച്ഛായ മാറുകയായിരുന്നു. ഇപ്പോൾ രാവിലെയും വൈകിട്ടുമായി ദിനംപ്രതി 1000-ലധികം ആളുകൾ നടക്കാറുള്ള നൂറടി റോഡിന്റെ ഇരുവശങ്ങളിലുമായി 80-ലധികം സ്ഥാപനങ്ങളും 30ഓളം വഴിയോര കച്ചവടക്കാരും തിങ്കളാഴ്ചകളിൽ നടക്കുന്ന ആഴ്ച ചന്തകളും ഈ റോഡിനെ സജീവമാക്കുന്നു. 35ാം പിറന്നാളിന്റെ ഭാഗമായി നൂറടി റോഡിൽ പാലക്കാട് നഗരസഭയുടെ സഹകരണത്തോടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന 3ാം ഘട്ട പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞം ഉൾപ്പെടെയുള്ള വികസന പരിപാടികൾക്ക് 100 ഫീറ്റ് വാക്കേഴ്സ് ക്ലബ് അംഗങ്ങൾ നേതൃത്വം നൽകും.